നമ്മുടെ നാട്ടിൽ നമുക്ക് വേൾഡ് കപ്പും വേണം, അതുപോലെ ഒളിമ്പിക്സിൽ മെഡലും വേണം. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ കളിക്കാർക്ക് വേണ്ടി വരുന്ന അധ്വാനം, ട്രെയിനിങ്, അതുപോലെ അവരനുഭവിക്കുന്ന വേദന, ഇതൊന്നും ആരും അന്വേഷിക്കാറില്ല. പക്ഷേ നമ്മുടെ അടുത്ത ഐഡിയ ബാസ് ഉണ്ടല്ലോ, അവർ ഈ വേദന കണ്ടിട്ടുമുണ്ട്, തീരുമാനം എടുത്തിട്ടുമുണ്ട്. ഇനി കളിക്കാർക്ക് ഇത്തരത്തിലുള്ള വേദനകൾ ഉണ്ടാവില്ല. നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം വിക്രം ആൻഡ് മുനീഷ്. വിക്രം ആൻഡ് മുനീഷ്, ഞങ്ങളുടെ വേദിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു വെരി മച്ച്. ഐ ക്യാൻ സീ ദാറ്റ് യു ഗൈസ് ആർ വെരി ഫിറ്റ്. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. ഞാൻ സാറിനെ ശ്രദ്ധിക്കാറുണ്ട്, സാർ അങ്ങനെയാണ്, വളരെ ഫിറ്റ് ആണ്. താങ്ക് യു. ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എന്തായാലും അറിയണം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും കോ ഫൗണ്ടേഴ്സ് ആണോ? അതെ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? ഐ മീൻ ഫ്രണ്ട്ഷിപ്പ് ആണോ? നിങ്ങളുടെ ഈ കോ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള യാത്ര എങ്ങനെ തുടങ്ങി? ഈ ബന്ധം ഫ്രണ്ട്ഷിപ്പിലേക്കും പിന്നെ ബിസിനസ്സിലേക്കും വളർന്നതാണ്. അങ്ങനെയുള്ള ബന്ധം എന്താണ്? ആക്ച്വലി ഇദ്ദേഹം എന്റെ സിസ്റ്റർ ഇൻ ലോയുടെ ഹസ്ബൻഡ് ആണ്. അപ്പോ അങ്ങനെ ഒരു റിലേഷൻ കൂടി ഞങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങൾ പരസ്പരം അളിയന്മാരാണ്. പിന്നെ എത്ര വർഷമായി നിങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞങ്ങളുടെ ഈ കമ്പനി ഒരു 2023 മിഡിലാണ് തുടങ്ങിയത്. പിന്നെ 24 ഏപ്രിലോടുകൂടിയാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തുന്നത്. അതെ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ടൈറ്റൻസ്, ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പഴഞ്ചൊല്ല് ഓർമ്മയുണ്ട്. ഗുഡ് ഫിറ്റ്നസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീയിങ് ബെറ്റർ ദാൻ സംബഡി എൽസ്, ഇറ്റ് ഈസ് ആക്ച്വലി അബൌട്ട് ബീയിങ് ബെറ്റർ ദാൻ യുവർ സെൽഫ് ഫ്രം യെസ്റ്റർഡേ. മാത്രമല്ല, ഈ നല്ല ഫിറ്റ്നസിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? വില പിടിച്ച ഷൂസ്, വീട്ടിൽ ചവർ പോലെ കിടക്കുന്ന പ്രോട്ടീൻ ജ്യൂസ്, പിന്നെ ജിം മെമ്പർഷിപ്പും അല്ലേ? പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു വസ്തുവുണ്ട്, പക്ഷെ നമ്മൾ ആരും തന്നെ അക്കാര്യം ശ്രദ്ധിക്കാറില്ല. ആൻഡ് ദാറ്റ് ഈസ് റിക്കവറി ആൻഡ് റിലീഫ്. നിങ്ങൾ ബോക്സിംഗ് കണ്ടു കാണുമല്ലോ. ബോക്സിംഗിന്റെ 2 റൗണ്ട്സിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടും. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, നാളെ ആ ഗ്യാപ്പ് ഇല്ലാതാവുകയാണെങ്കിലോ? ഈ ബോക്സർ ഇടികൊണ്ട് വീഴുന്നതിന് മുന്നേ അവിടെ കിടന്നിട്ടുണ്ടാവും. റിക്കവറിയും ഇതുപോലെ തന്നെയാണ്. ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് യു തിരിച്ചു വരാനും നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കാനും സഹായിക്കുന്നു. സോ ടൈറ്റൻസ്, ഐ ആം വിക്രം ആൻഡ് ദിസ് ഈസ് മൈ കോ ഫൗണ്ടർ മുനീഷ്. ഞങ്ങൾ രണ്ടുപേരും ഫിറ്റ്നസിന്റെയും സ്പോർട്സിന്റെയും പ്രാന്തന്മാരാ. അതുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു അക്വാഫിറ്റ്. ഇത് ഇന്ത്യയുടെ ഫസ്റ്റ് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് റിക്കവറി ആൻഡ് റിലീഫ് ബ്രാൻഡാണ്. ഇത് വളരെ സ്പെഷ്യലായി സ്പോർട്സ് കമ്മ്യൂണിറ്റിക്കും അത്ലറ്റ്സിനും വേണ്ടി ഉണ്ടാക്കിയതാണ്. ടൈറ്റൻസ്, ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച ലക്ഷ്യമേ ഉള്ളൂ. നിങ്ങളുടെ ഫിറ്റ്നസിന്റെ വഴിയിൽ വരുന്ന ഏത് തടസ്സത്തെയും ഇല്ലാതാക്കുക, അത് മാത്രമാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ബേസ്ഡ് പ്രോഡക്റ്റ് ആണ്. ടോപ്പിക്കലുമാണ്, വളരെ എഫക്റ്റീവുമാണ്. നിങ്ങളിപ്പോ പന്ത് കളിക്കുന്നു, അതിന്റെ ഇമ്പാക്ട് കൊണ്ട് കുറച്ച് വേദന ഉണ്ടാവുന്നു എന്ന് വെച്ച് വീണു പോകരുത്. കാരണം അപ്പിയർ ഫിറ്റിന്റെ ട്രയൽ സ്പ്രേ നിങ്ങളെ വേദനയിൽ നിന്ന് പെട്ടെന്ന് മുക്തനാക്കും. എന്നിട്ട് എന്ത് പറയും? ഗെറ്റ് ബാക്ക് ഇൻ യുവർ ഗെയിം. നിങ്ങളിപ്പോ ഗെയിം കളിച്ചു, എക്സസൈസ് ചെയ്തു, അതൊക്കെ കഴിഞ്ഞിനി നിങ്ങൾക്ക് കൂൾ ഡൗൺ ചെയ്യേണ്ട സമയമാണ് വന്നിരിക്കുന്നത്. അപ്പോ നിങ്ങൾ നിങ്ങളുടെ മസിലിനോട് എന്ത് പറയണം? ഇനി നിൽക്കേണ്ട കാര്യമില്ല. കാരണം അപ്പിയർ ഫിറ്റിന്റെ ക്രയോജെല്ലുണ്ട്, അതിനുള്ളിൽ മെന്തോളുണ്ട്, അതുപോലെ മഞ്ഞളിന്റെ ഗുണങ്ങളുമുണ്ട്. അത് നിങ്ങളെ കൂൾ ഡൗൺ ആക്കുന്നതിൽ വളരെയധികം സഹായിക്കും. ഇന്നലെ നിങ്ങളുടെ എക്സസൈസിന്റെ ലിമിറ്റ് കുറച്ച് കൂടിപ്പോയോ? ഇന്ന് നിങ്ങളുടെ മസിൽസ് പിടിച്ചിരിക്കുകയാണ്. നിങ്ങളാണെങ്കിൽ കൺഫ്യൂസ്ഡുമാണ്. അതായത് ഇന്ന് ഞാൻ ഇനി എക്സസൈസ് ചെയ്യണോ അതോ വേണ്ടയോ? പക്ഷെ ഒരിക്കലും തളരരുത്. കാരണം അപ്പിയർ ഫിറ്റിന്റെ തെർമോ ജെൽ തന്നോടൊപ്പം ഗന്ധ തൈലത്തിന്റെ ബെനിഫിറ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ സോർനെസ് എല്ലാം അകറ്റി നിങ്ങൾ ഇന്നലെ എങ്ങനെയാണോ എക്സസൈസ് ചെയ്തത് അതുപോലെ ഇന്നും ചെയ്യിപ്പിക്കും. സോ ടൈറ്റൻസ്, പ്രോഡക്ട്സിനെ കുറിച്ച് വാതോരാതെ കുറെ പറഞ്ഞു. പക്ഷെ പ്രോഡക്റ്റ് എവിടെയെന്നാവും നിങ്ങൾ ആലോചിക്കുന്നത്. അതെന്താന്ന് വെച്ചാലേ, ഞങ്ങളുടെ കയ്യിലുള്ള ഈ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ഇല്ലാതെ എങ്ങോട്ടും പോവാറില്ല. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആണെങ്കിൽ ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ അസാമാന്യമായ ഫീൽഡിംഗിന്റെ പേരിലായിരിക്കും നിങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്നത്. അമേസിംഗ് ക്യാച്ചസിന്റെ പേരിൽ, അതുപോലെ NC-BYയുടെ വേൾഡ് കപ്പിലെ റൺഔട്ട് ഓർമ്മയുണ്ടാവുമല്ലോ. ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന അപ്ലിയോഫിറ്റ്സിന്റെ പ്രോഡക്ട്സും അതിന്റെ ബ്രാൻഡ് അംബാസിഡറെയും. നമസ്കാരം, നമസ്കാരം എവ്രിവൺ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ജോണ്ടി. ബട്ട് ഐ ഗൈസ് എവറിബഡി, എല്ലാവർക്കും മുമ്പേ അറിയാമായിരിക്കും. ഞാനൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. വളരെ റിസ്ക്കായ ക്യാച്ച് എല്ലാം എടുക്കുന്ന ഒരാളാണ്. ഞാനൊരു കാര്യം പറയാം ടൈറ്റൻസ്. ഇന്ന് ഈ ഫൗണ്ടേഴ്സിൻ്റെ, ഞങ്ങളുടെ പ്രോഡക്ട്സിൻ്റെ, ഞങ്ങളുടെ സംസാരം നിങ്ങൾക്ക് വളരെ ഈസി ക്യാച്ച് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. Come on, let's go. The ball is now in your court. Hey! Thank you. Thank you.
Jonty, welcome to the show. താങ്ക് യു. How did you get associated with the brand? ഞാനൊരു ഇന്റർനാഷണൽ T20 ടൂർണമെന്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ആം സ്ട്രീവ്സിലും കാവ്സിലും കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ടൈമിംഗ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ആ 2 ജെന്റിൽമാനെ കണ്ടത്. അവരുടെ പ്രോഡക്റ്റ് അവർ കാണിച്ചു. ഉടൻ തന്നെ അത് മേടിച്ച് യൂസ് ചെയ്തു. അതൊരു ഗ്രേറ്റ് സ്റ്റോറി ആയിരുന്നു. ആൻഡ് മേഡ് ഇൻ ഇന്ത്യ എന്നൊരു കാര്യത്തിൽ ഞാൻ വലിയ ഫാനാണ്. അതിൽ പ്രധാനം ഈ സാങ്സ്, ബാക്കിംഗ് അപ്പ്, റിയൽ ക്വാളിറ്റി പ്രോഡക്റ്റ്. ആക്ച്വലി എനിക്ക് 15 years old സൺ ഉണ്ട്. അവന്റെ നീൽ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ആൻഡ് അവനും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ പെർസ്പെക്റ്റീവില് ഒരു ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ചേർന്നിരിക്കും. So Titans, we already have a user here. As you said, backed by science ആണ്. This category is very functional category. What is the significance of integrating Ayurveda? അല്ലല്ല, ഒരു മിനിറ്റ് പ്രിയങ്ക മാഡം. നിങ്ങളുടെ ഈ ചോദ്യവും പിന്നെ ബിസിനസിന്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ സാക്ഷാൽ ജോണ്ടി റോഡ്സ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. Okay. Because he is that iconic runout. He is known to the world. Are we gonna see it? Yeah. What? Can you just show it here? Video. Yeah, can we see Yeah, it here? okay, no problem. Yeah. Precious Army. Now, Jonty, you try. Okay, Jonty, let's get it. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? Jonty, അത് Jonty. അത്രേ ഉള്ളൂ. ഞാൻ തന്നെ അടിച്ചു. ഇൻസുമാമൻ എങ്ങനെയാണ് റൺഔട്ട് ചെയ്തത് വേൾഡ് കപ്പില്? Thank you very much for doing this with us and being here on the stage. Thank you. Bye. See you later. Thank Thanks you, everybody. Jonty. Thank you very much. Okay, എന്നാ നമുക്ക് ഇനി ബിസിനസിന്റെ കാര്യം തുടങ്ങാം. Can we see the products? Yes, Yes, sure. എന്തായാലും നിങ്ങളുടെ കവറിംഗ് വളരെ നന്നായിട്ടുണ്ട്. Okay. പാക്കേജിംഗും കൊള്ളാം. Okay. ഗുഡ് ജോബ്. ദിസ് ഇസ് ഗുഡ്. ആക്ച്വലി പ്രോഡക്റ്റ് ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് സിംഗിൾ ലൈനിൽ നിങ്ങളുടെ പ്രൊപ്പോസിഷൻ എന്താണ്? ഇസ് ഇറ്റ് സയൻസ് ഓർ ഇസ് ഇറ്റ് ആയുർവേദ? പിന്നെ ആയുർവേദത്തിന്റെ എന്ത് സിഗ്നിഫിക്കൻസ് ആണ് ഈ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയിലുള്ളത്? ഒന്ന് പറഞ്ഞു തരുമോ? ഞങ്ങളുടെ ഒരു പ്രൊപ്പോസിഷൻ അത് ഞങ്ങളുടെ പിച്ചിൽ പറഞ്ഞത് തന്നെയാണ്. ടു അൺസ്റ്റോപ്പ് ദി പീപ്പിൾ ഹൂ വുഡ് ലൈക്ക് ടു ലീഡ് ആൻ ആക്റ്റീവ് ലൈഫ്. അതിനുവേണ്ടി ഞങ്ങൾ വെറും ആയുർവേദം മാത്രമല്ല, അതിനോടൊപ്പമുള്ള റൈറ്റ് മിക്സേഴ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇന്ത്യൻ സ്കിന്നിനും അതുപോലെ ഇന്ത്യൻ റിക്വയർമെന്റിനും അനുസരിച്ചുള്ളതാണ്. അത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ആയുർവേദയുടെ ഒരു പാർട്ട് ഉണ്ടല്ലോ, അത് ഞങ്ങൾ സ്ട്രെങ്തൻ ചെയ്തതാണ്. ബാക്കിയുള്ള സർഫക്റ്റൻസ്, ഇമറ്റൻസ് അതെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി മേക്ക് ഇൻ ഇന്ത്യയുടെ പ്രൊപ്പോസിഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സ്പോർട്സ് ഉണ്ടല്ലോ, ഇതിന്റെ മാർക്കറ്റിൽ നിങ്ങൾ ഇതിൻ്റെതായിട്ടുള്ള റിക്കവറി പെർഫോമൻസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ടല്ലോ. ഇതിന്റെ മാർക്കറ്റ് സൈസ് എത്രയാണെന്ന് അറിയാമോ? ഡീകാത്തലോൺ വളരെ വലിയൊരു സ്പോർട്സ് റീറ്റെയിൽ ചെയിനാണ്. കഴിഞ്ഞ വർഷം 5000 കോടിയാണ് അവർ ക്രോസ് ചെയ്തിരിക്കുന്നത്. അതും എല്ലാ നഗരത്തിലൊന്നുമല്ല, അതായത് എണ്ണപ്പെട്ട രാജ്യങ്ങളിൽ 25 സിറ്റികളിൽ നിന്ന് മാത്രം. അപ്പോൾ ഡീകാത്തലോൺ 5000 കോടി കിട്ടുന്നുണ്ടെങ്കിൽ കാരണം എന്താ? 1.5 കോടി നാട്ടുകാർ നമ്മുടെ രാജ്യത്ത് അവർ ജിമ്മിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ റണ്ണിങ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ അടുത്ത 5 വർഷത്തിനുള്ളിൽ 2.5 കോടി ആയിരിക്കും. 3.5 to 4 കോടി വരെ വരാനുള്ളതാ. സോ അർജുൻ സാർ, നമ്മളെ സംബന്ധിച്ചത് വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിന് മാറി നിൽക്കാൻ പോകുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞതുപോലെ ഫിറ്റ്നസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേര് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതല്ലാതെ പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, ഇപ്പോൾ പ്രൊഫഷണൽ അത്ലറ്റുകൾ, അതെങ്ങനെയുള്ളവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? അതിന്റെ ഫീഡ്ബാക്ക് എന്താണ്? ജോണ്ടി റോഡ് സാർ കഴിഞ്ഞ 3 മാസമായിട്ട് ഞങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനു മുമ്പ് കുറെ ഫുട്ബോൾ ടീമുകൾ, റണ്ണിംഗ് ട്രൂപ്പുകൾ അവരൊക്കെ ആയിട്ട് സഹകരിച്ചിട്ടുണ്ട്. അവരുടെ ഫീഡ്ബാക്ക് പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊരു പർട്ടിക്കുലർ എക്സാമ്പിൾ ഞാൻ പറയാം. അത് നേരത്തെ മുനീഷും പറഞ്ഞിരുന്നതാണ്. ഞങ്ങളുടെ ജെൽ വളരെ നല്ലതാണ്, വളരെ എഫക്റ്റീവുമാണ്. പക്ഷെ ആ ജെൽ ഫുട്ബോളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ പെട്ടെന്ന് വേർപ്പ് വരും. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഈ ജെല്ലിന്റെ തിക്നെസ് ഉണ്ടല്ലോ, കാരണം അത് കുറച്ചുകൂടെ വേണം. ഈ വേർപ്പ് കാരണം അത് സ്ലിപ്പായി പോവാണ്. മുനീഷിന്റെ എക്സ്പെർട്ടൈസ് കാരണം ആ ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് 3 മാസം കൊണ്ട് ടേൺ ഓവർ ചെയ്യാൻ പറ്റി.
അങ്ങനെ ഓരോരുത്തർക്കും എന്താണ് ആവശ്യമുള്ളത് അതൊക്കെ ഞങ്ങൾ ഈ പ്രോഡക്റ്റിൽ കൊണ്ടുവരാൻ നോക്കി. അതിനുശേഷം പ്രോഡക്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, അതായത് നിങ്ങൾക്ക് ഞങ്ങൾക്കും പ്രോഡക്റ്റ് യൂസ്ഫുൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എനിക്കറിയേണ്ടത് നിങ്ങളുടെ ഈ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ഇത് സൂപ്പർഫിഷ്യലി പെയിൻ റിലീഫ് തരുന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും റൂട്ട് കോഴ്സിനെ സോൾവ് ചെയ്യുന്നതാണോ? അനുപം സാർ, താങ്ക് യു. സാർ ഇപ്പൊ ചോദിച്ച ഈ പോയിന്റ് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റും. പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് അവരുടെ ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ നല്ല ധാരണയുണ്ട്. ക്യൂർ വരെ ഒന്നും പോകണ്ട, പ്രിവെൻഷന്റെ തീരത്ത് വെച്ച് തന്നെ എനിക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യണം. അവിടെയാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്. ഇതില് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ മെന്തോൾ ഉണ്ട്, വിന്റർ ഗ്രീൻ ഉണ്ട്. ഇത് നിങ്ങളുടെ സ്കിന്നിനകത്ത് സെപ്റ്റോട്ടേനിയസ് അബ്സോർഷൻ നടത്തുന്നു. അങ്ങനെ നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ സ്ലോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആക്കുന്നു. അത് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് പെയിൻ റിലീഫ് വേണ്ടതെങ്കിൽ അങ്ങനെ. ഇറ്റ്സ് നോ പ്ലസിബോ, ഇറ്റ് ഈസ് ആക്ച്വലി ഹാവിംഗ് ഇറ്റ്സ് എഫിക്കസി. അപ്പോ ഒരുപാട് സൈസും തിങ്കിങ്ങും ഉണ്ട്. ഇനിയും ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ഇതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് കൂടി ഒന്ന് നോക്കാം. നമ്മുടെ കൂടെ നമ്മുടെ ഓഡിയൻസ് ഉണ്ട്, സ്റ്റുഡിയോ ഓഡിയൻസ്. അവർ നിങ്ങളുടെ ഈ പ്രോഡക്റ്റിന് എന്തുമാത്രം മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട് എന്ന് ഇപ്പോൾ പറയും. യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഏതാണ്ട് എത്ര ഉണ്ടാവും? 85. 92. 89. ഏകദേശം 90% ആളുകൾക്കും ഈ പ്രോഡക്റ്റ് ആവശ്യമാണെന്ന് തോന്നുന്നു. താങ്ക് യു. താങ്ക് യു ഓ, സോ ഞാൻ ഞാൻ പറയുന്നത് പറഞ്ഞത് കുറച്ചൊക്കെ കുറച്ചെടുത്തൊക്കെ എടുത്തു. എത്തി. 92. ഇനി നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് പറയൂ. ടൈറ്റൻസിൽ നിന്ന് നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? വിക്രം, സോ ടൈറ്റൻസ്, ഞങ്ങൾ ഇപ്പോ ഇവിടെ 58 lakhsന് 2% എക്വിറ്റി ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് നിങ്ങളുടെ സെയിൽസ് ഫിഗർ എത്രയാണെന്ന് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇതുവരെ സെയിൽ ചെയ്തിട്ടുള്ളത് 15 lakh rupees ആണ്. പിന്നെ ഞങ്ങളുടെ മന്ത് ആൻഡ് മന്ത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം 40% വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കറന്റ് നമ്പേഴ്സ്. അപ്പോ ഇപ്പൊ നിങ്ങൾ ബേൺ ചെയ്യുകയാണോ? യെസ്. ഓക്കെ. സോ ഞങ്ങളുടെ ബേൺ ഓൺ എ മന്ത്ലി റേറ്റ് റഫ്ലി 13 to 14 ലക്ഷമാണ്. ഇതില് അപ്രോക്സിമേറ്റ്ലി പകുതി ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ സാലറിയും ഒക്കെയാണ്. ബാക്കി 2 to 3 lakhs അതാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ചെലവാക്കുന്നത്. അതായത് പെർഫോമൻസ് മാർക്കറ്റിംഗിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വിക്രം, 2 പോയിന്റ്. നിങ്ങളിപ്പോ പറഞ്ഞു 15 ലക്ഷത്തോളമാണ് സെയില്. ഏത് ചാനലിലൂടെ എത്ര സെയിൽസ് വരുന്നു പറയൂ. തീർച്ചയായും ഏകദേശം 30% സെയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നാണ്. ആമസോണിന് ഏകദേശം 35 മുതൽ 40% വരെ ബിസിനസ് വരുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്ന 15% ക്വിക്ക് കൊമേഴ്സിൽ നിന്നാണ്. പക്ഷെ അത് ഈയിടെയായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതല്ലാതെ റീറ്റെയിലിൽ ഞങ്ങളൊരു ചെറിയ പൈലറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നൊരു 10%. അപ്പൊ നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്പെൻഡ് ഈ ആമസോൺ ബാക്കി ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൊക്കെ എത്ര വരുന്നുണ്ട്? ഞങ്ങളൊരു 4.5 ലക്ഷത്തോളം മാർക്കറ്റിംഗ് സ്പെൻഡ് ആണ് ഓൺ ആമസോൺ, മെറ്റ ആൻഡ് ഗൂഗിൾ. അതിലൊരു 80 to 90K ആമസോണിലാണ് ഉള്ളത്. 3 to 3.5 ലക്ഷത്തോളം മെറ്റയിലാണ്. അപ്പൊ ഈ 3.5 ലക്ഷത്തോളം വരുന്നത് മെറ്റ എക്സ്പെൻസ് മാത്രമായിരിക്കും. Yes. നിങ്ങളുടെ വെബ്സൈറ്റിലും റിപ്പീറ്റ് റേറ്റ് എന്താണുള്ളതെന്ന് വെച്ചാൽ പറയൂ. 17 to 18% റിപ്പീറ്റ് റേറ്റ് ഉണ്ട്. ഏത് ടൈം പീരീഡിലാണത്? ഇതിപ്പോ കഴിഞ്ഞ 6 മാസത്തെ റിപ്പീറ്റ് റേറ്റ് ആണ്. കണ്ടോ, ഇത് ആദ്യമായിട്ട് രണ്ടുപേരും ഒന്നിച്ച് ബസർ അമർത്തുന്നത്. പറയൂ പ്രിയങ്ക, നിങ്ങൾ കൈ കൊടുക്കാൻ തയ്യാറാണോ? നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ചില ഫണ്ടേഴ്സിന്റെ ഇടയിൽ തന്നെയാണ്. അതുമായി റിലേറ്റഡ് ആയിട്ടാണ് ഈ വാല്യുവേഷൻ ഞങ്ങൾ കൊണ്ടുവന്നത്. ഞങ്ങളുടെ കഴിഞ്ഞ ഫണ്ട് റൈസ് 1 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ലാസ്റ്റ് വാല്യുവേഷൻ എത്രയായിരുന്നു? ഞങ്ങളുടെ ലാസ്റ്റ് വാല്യുവേഷൻ അർജുൻജി പോസ്റ്റ് മണി 17.5 crores. അല്ല, അപ്പൊ നമ്മളൊരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ 5XP നോക്കൂ. അപ്പൊ ഞാനൊരു 25 lakhs at 10 crore valuation. I will also be willing to put 25 lakhs with Priyanka. Yeah. അപ്പോ ഏറ്റവും ആദ്യം അർജുൻ ആൻഡ് പ്രിയങ്ക, താങ്ക് യു വെരി മച്ച്. പക്ഷേ ഞങ്ങളുടെ ഈ ഫസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, അത് ഓൾറെഡി 17.5 റൈസ് ചെയ്തത്. ഞങ്ങൾ വേറെയും പല എക്സ്പേർട്സുമായിട്ട് സംസാരിക്കുകയും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ഫീൽഡിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നവരാ. അപ്പൊ നിങ്ങൾ പറയുന്ന ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവരോട് കാണിക്കുന്ന അനീതിയാവുമെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങളാണ് തീരുമാനം പറയേണ്ടത്. We'll have to gracefully declining, but we are open to listen to the other titans. വാല്യുവേഷനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഒരു വാല്യുവേഷൻ തരണമെങ്കിൽ ഞാൻ ഇത് തന്നെ ആയിരിക്കും പറയുന്നത്. ആൻഡ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഡു എ ഹാൻഡ് ഷേക്ക്, ബട്ട് ഐ ലവ് ദ ബ്രാൻഡ്. താങ്ക് യു വെരി മച്ച് സർ. ആൻഡ് യുവർ പാഷൻ. ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഐ എം റെഡി. താങ്ക് യു സോ മച്ച്. താങ്കൾ അതായത് ഈ പ്രോഡക്റ്റിന്റെ വാല്യുവേഷൻ എനിക്കും ജിമ്മിനും ജോയിൻ ചെയ്യാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഇപ്പോഴുള്ള അഡ്വൈസറിന് നിങ്ങളെ 1000 കോടി ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു.
സോ വി വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അനുപം സാർ, താങ്കളുടെ തീരുമാനവും ഇത് തന്നെയാണോ? അതിപ്പോ എന്താ പറയുക, എല്ലാ ടൈറ്റൻസും ഒരു വാല്യുവേഷനിൽ വന്ന് എഗ്രി ചെയ്യുന്നു. വേറെ ഏതൊരു ടൈറ്റന്റെയും വാല്യുവേഷനിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും കാണുന്നില്ലെങ്കിൽ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ 5 ടൈറ്റൻസും നിങ്ങളുടെ പാഷനിലും നിങ്ങളുടെ പ്രോഡക്റ്റിലും വളരെ ഹാപ്പിയാണ്. അങ്ങനെ 5 ടൈറ്റൻസും നിങ്ങളോടൊപ്പം ഈ യാത്രയിൽ ഒന്നിക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ ടൈറ്റൻസിന് വേണ്ടി എന്ത് ബെസ്റ്റ് ഓഫർ ആയിരിക്കും പറയാൻ പോകുന്നത് വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. അതിനുശേഷവും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു കമ്പൈൻഡ് ഡീൽ ഓഫർ ചെയ്യാൻ പറ്റും. വളരെ വലിയ കാര്യം തന്നെയാണ് ടൈറ്റൻസ് എല്ലാവരും ചെയ്തത്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ മോട്ടിവേഷൻ. ആൻഡ് ഞങ്ങൾ പരമാവധി പോവുകയാണെങ്കിൽ ഇപ്പോ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഒരു 21 കോടിയിലേക്ക് എത്താൻ പറ്റും. 21 എന്ന് പറയുമ്പോൾ അത് വലിയ ഡിഫറൻസ് ഉണ്ട്. സംഗതി ഓക്കെ, നിങ്ങൾ നല്ല ബ്രാൻഡാണ് ഉണ്ടാക്കുന്നത്, നല്ല ഫൗണ്ടേഴ്സും ആണ്. പക്ഷെ അതിന് വലിയൊരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് എടുത്തു പറയത്തക്ക വിധത്തിലുള്ളൊരു വലിയ ക്വാളിറ്റി അത് വളരെ കുറച്ച് പേരിലേ കാണാൻ പറ്റൂ. ഇങ്ങനെ ഒരു വേദിയിൽ വരിക, പിന്നെ പ്രോഡക്റ്റ് അതിനെപ്പറ്റി പിന്നെ അതിൻ്റെ ഐഡിയയെ പറ്റിയൊക്കെ അവതരിപ്പിക്കുക, അതും ഇത്ര വലിയ ടൈറ്റൻസിൻ്റെ മുൻപിൽ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും കുറച്ച് പ്രഷറൊക്കെ ഫീൽ ചെയ്യുന്നതാണ്. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ വളർത്തുന്നതേ ഉള്ളൂ, അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങനെയുള്ള ഓഫേഴ്സ് വരുമ്പോൾ അത് ഡിക്ലൈൻ ചെയ്യാനും പിന്നെ നിങ്ങൾ ഏത് രീതിയിലാണോ വിചാരിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കാനും ഇത് കുറച്ച് പേർ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു അപാരമായ ക്വാളിറ്റിയാണ്. സോ വിത്ത് ദിസ് ഐ റിയലി വിഷ് യു എ ലോട്ട് ഓഫ് ലക്ക്. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ വിത്ത് us. ഗുഡ് ലക്ക്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു ബ്രാൻഡ് വലിയൊരു വിജയം തന്നെ ആവട്ടെ. അതുപോലെ അധികം വൈകാതെ നിങ്ങൾ വീണ്ടും ഐഡിയ ബാസിന്റെ വേദിയിലെത്തട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കൂ ഐഡിയ ബാസ്, ഇന്ത്യയുടെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദി.